എന്തിനാ ശങ്കർ ഇങ്ങനെ വേദനിക്കുന്നത്? ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നും. എന്നിട്ടും വേണ്ട, ഇവർക്ക് വേണ്ടി നിന്റെ കണ്ണീർ ഒഴുക്കണ്ട ശങ്കർ. ഒരിറ്റ ദയ ഇവർ ആരും അർഹിക്കുന്നില്ല. അതാണ് സത്യം. മരണം ഇച്ചായി നിന്നൊരു അനുഗ്രഹം തന്നെയാണ്. വേദന തിന്ന് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് തീർന്നു കിട്ടിയെങ്കിലെന്ന്. പക്ഷെ ശങ്കർ, നിന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം നിന്റെ മുന്നിൽ വെച്ച് തന്നെ മോക്ഷം കൊടുത്തു. ഒരു തരത്തിൽ ഇച്ചായൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ വേദനിക്കേണ്ട ശങ്കർ. പറയുമ്പോഴും അവളുടെ കണ്ണീർ അവൻ്റെ നെഞ്ചിനെ നനച്ചുകൊണ്ടിരുന്നു. പിന്നിൽ ചലനം കേട്ട് അന്ന നെഞ്ചിൽ നിന്നും ഉയർന്ന് തിരിഞ്ഞു നോക്കി. നീ പോയോടാ? എന്നെ വിട്ട് നീയും പോയോ? ഇന്നു മുതൽ ഈ കുര്യച്ചൻ ഒറ്റയ്ക്കല്ലേ? നന്നായി. നീ ഇല്ലാത്തതാ എനിക്ക് നല്ലത്. ഇനി എനിക്ക് കഴിയാൻ ഒരുത്തൻ്റെയും സഹായം വേണ്ടല്ലോ. വയ്ക്കാനും വിളമ്പാനും വന്നവനൊക്കെ ഇറങ്ങിക്കോണം ഈ നിമിഷം. എല്ലാത്തിനെയും എനിക്കറിയാം. എല്ലാത്തിൻ്റെയും കണ്ണ് എൻ്റെ സ്വത്തിലാ. തരില്ല, ഒരുത്തനും തരില്ല. എൻ്റേതാ, ഒക്കെ എൻ്റേതാ. കുര്യച്ചൻ വിറയലോടെ പുലമ്പി. അന്ന വേദനയോടെ അയാളെ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ കാല് കുത്തരുതെന്ന്? ഇറങ്ങടി എൻ്റെ മുറ്റത്തൂന്ന്. കെട്ടിയെടുത്തേക്കുന്നു. ആരെ കാണാനാ? നിന്റെ തള്ള ചത്തു. അവളോട് മാത്രമല്ലേ നിന്റെ കരുണ. പിന്നെ നിന്റെ മറ്റവൻ എവിടെ? കണ്ടെത്തിയോ? ഇല്ല, അതിന് നിനക്ക് കഴിയില്ല. എന്നെ വേദനിപ്പിച്ച നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നോക്കിക്കോ, നീ ഇങ്ങനെ നിന്റെ ജീവിതം പാഴാക്കി കളയും. നിനക്ക് സമാധാനം ഉണ്ടാകില്ല ഒരിക്കലും. എൻ്റെ പ്രാക്ക് നിന്നെ തുലയ്ക്കും. അയാൾ ദേഷ്യത്തിൽ വിറച്ചു. അന്ന പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിങ്ങൾ വിശുദ്ധനാണല്ലോ, പ്രാഗിയാലുടനെ ഫലിക്കാൻ. ദാ ഇങ്ങോട്ടൊന്ന് നോക്ക്. കണ്ണ് പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ പോയി കണ്ണട എടുത്തു വരാം. എന്നിട്ട് വൃത്തിയായി തുടച്ച് കണ്ണിലേക്ക് വയ്ക്ക്. അപ്പോൾ ശരിക്കും കാണാം ആരാണ് ഈ നിൽക്കുന്നതെന്ന്. അവൾ സൈഡിലേക്ക് മാറി. കുര്യച്ചൻ്റെ കണ്ണുകൾ കുറുകി. അയാളുടെ മുഖം പൊടുന്നനെ വലിഞ്ഞു മുറുകി. നരച്ച കണ്ണുകൾ ചുവന്നു കയറി. ചെന്നിയിലെ ഞരമ്പുകൾ പിടഞ്ഞുണർന്നു. അപ്പോ മനസ്സിലായി അല്ലേ മുതലാളി? പരിഹാസം നിറഞ്ഞ ശബ്ദത്തിൽ അന്ന ചോദിച്ചു. ഇതാണ് എൻ്റെ പ്രാണൻ, എൻ്റെ ശങ്കർ. അവൾ അവനെ ചേർത്ത് പിടിച്ചു. അയാളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. നീ ജയിച്ചു എന്ന് കരുതണ്ട. നീ ഒരിക്കലും ജയിക്കില്ല. അതിന് വേണ്ടത് ഞാൻ പണ്ടേ ചെയ്തു. അയാൾ പുച്ഛിച്ചു. ശങ്കറിൻ്റെ മിഴികൾ കത്തി. പക്ഷേ അവനൊന്നും മിണ്ടാതെ നിന്നു. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ ശങ്കറിനെ തിരികെ കിട്ടി. എൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. എൻ്റെ പ്രണയം ഞാനിനി സ്വന്തമാക്കാൻ പോവാ. ഇനിയിപ്പോ എനിക്കാരുടെ അനുവാദം വേണ്ടല്ലോ. അയാളുടെ കണ്ണുകളിൽ കനൽ കത്തിയെരിഞ്ഞു. ഈ തെണ്ടിയം കൊണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം. അവൾ വീമ്പു പറയുന്നു. വലിയ കേമനയല്ലേ കണ്ടെത്തിയത്? ഥൂ. അതെ, കേമൻ തന്നെയാണ്. നിങ്ങളെക്കാൾ കേമൻ തന്നെ. സ്വന്തം മോൻ പ്രാണൻ വെടിഞ്ഞ് കൺമുന്നിൽ കിടക്കുമ്പോഴും അഹങ്കാരം കൊണ്ട് മൂടി നിൽക്കുന്ന നിങ്ങളെക്കാൾ നന്മയുണ്ട് എൻ്റെ ശങ്കറിന്. സ്വന്തം മോളുടെ കണ്ണീർ കണ്ടാലും പ്രതാപം ഉയർന്നു നിൽക്കണം എന്ന നിങ്ങളുടെ വാശിക്ക് മേലെയാണ് ഇത്രയും വർഷം ഓർമ്മകളിൽ മാത്രം ജീവിച്ച എൻ്റെ ശങ്കറിൻ്റെ ത്യാഗം. എന്നോടുള്ള പ്രണയം തെറ്റെൻ്റേതാണ്. ഞാൻ അറിയിച്ചില്ല നിങ്ങളുടെ മകളായാണ് ഞാൻ ഈ ഭൂമിയിൽ പിറന്നതെന്ന്. ആ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ എന്നിലുണ്ടാവുകയുള്ളൂ, അല്ലേ ശങ്കർ? അവൾ അവനെ നോക്കിയിട്ട് തിരിഞ്ഞതും കുര്യച്ചൻ അവളുടെ കവളിൽ കൈ വീശി അടിച്ചു. ഈ തെണ്ടിയം കൊണ്ട് ഇറങ്ങിക്കോണം ഇപ്പോ, ഈ നിമിഷം. ഇനി ഇവിടെ നിന്നാ രണ്ടിനെയും കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടും ഞാൻ. ഇവനെയും ആ കുഴിയിൽ ഞാൻ മൂടും. കാണണോ? കാണണോ നിനക്ക്? ഭ്രാന്ത് ബാധിച്ചവനെ പോലെ അയാൾ അലറി. അന്ന,
നീ പുറത്തേക്ക് പോ, ഞാൻ മുതലാളിയോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ശങ്കർ ഒരൽഭം ഭയത്തോടെ അവൾ വിളിച്ചു. ഒന്നുമില്ല അന്ന, ഞാൻ പഴയ ശങ്കർ അല്ല. നീ ധൈര്യമായി ചെല്ല്. അലക്സിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യ്. അതിനുള്ള അവകാശം നിനക്കുണ്ട്. അതിനെ ഏതു മുതലാളി എതിർത്താലും വില പോകില്ല. ഞാനല്ലേ പറയുന്നേ, നീ ചെല്ല്. അവൾ തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നടന്നു. നീ കൊള്ളാലോടാ, എന്റെ മുന്നിൽ നിന്നും വീരത്വം കാണിക്കാൻ മാത്രം ധൈര്യമോ നിനക്ക്? ശങ്കർ ഒന്ന് കണ്ണുകൾ അടച്ചു. പൊടുന്നനെ തുറന്ന കണ്ണുകൾ കണ്ട് അയാൾ ഒന്ന് പകച്ചു. അവന്റെ കണ്ണുകൾക്ക് രക്തവർണമായിരുന്നു. അയാൾ പിന്നിലേക്ക് അല്പം നീങ്ങിപ്പോയി. എന്താടോ, ഭയന്നോ താൻ? എന്റെ ജീവിതം തന്നെ തുലാസിലാക്കിയ തന്നെ എന്നെങ്കിലും നേരിൽ കാണുമ്പോൾ കൊന്നു കളയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയില്ല. ഇന്നും തൻ്റെ അഹങ്കാരം ഒട്ടും കുറഞ്ഞില്ലെന്ന് കാണുമ്പോൾ എനിക്ക്, എടോ, എന്നാടോ താനൊരു മനുഷ്യനായി മാറുന്നത്? എനിക്കതി പ്രതീക്ഷയില്ല. അതെങ്ങനെയാട്ടെ, പക്ഷെ എനിക്കൊന്നറിയണം. ശങ്കർ രൂക്ഷമായി അയാളുടെ കണ്ണിലേക്ക് നോക്കി. പറയടോ, എൻ്റെ കുഞ്ഞിനെ താൻ എവിടേക്കാ മാറ്റിയത്? അയാളുടെ കണ്ണിൽ ഞെട്ടൽ പ്രകടമായി. ശങ്കർ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പറയടോ, എൻ്റെ അന്ന പ്രസവിച്ച ഞങ്ങളുടെ കുഞ്ഞെവിടെ? പറയാൻ! ശങ്കർ അലറി. കുര്യച്ചൻ അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. ഓ, അപ്പൊ സകലതും അറിഞ്ഞിട്ടുള്ള വരവല്ലേ? അതേടോ, തന്നെ പോലുള്ളവർ മൃഗങ്ങളെക്കാൾ കഷ്ടമാ. ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച തന്നെ കൊന്നുകളയുകയാ വേണ്ടത്. എന്നാ കൊല്ലടാ, നീ കൊല്ല്, ഒന്ന് കാണട്ടെ. ഇനിയിപ്പോ ജീവിച്ചിരുന്നാലും നിന്റെ ചോരയിലുണ്ടായ വിത്ത് എവിടാണെന്ന് ഞാൻ പറയാനും പോന്നില്ല, നീ കണ്ടെത്താനും പോന്നില്ല. ആ അധ്യായം അടച്ചു ഞാൻ. അയാൾ ചിരിച്ചു, ഉറക്കെ ചിരിച്ചു. ശങ്കർ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിർത്തടോ തൻ്റെ കൊലച്ചിരി. ജയിച്ചു എന്ന പോലെ തല ഉയർത്തി തൻ്റെ നിൽപ്പുണ്ടല്ലോ, അത് തൻ്റെ അവസാനത്തിനാ. അവസാനിപ്പിക്കും ഞാൻ. ശങ്കറിൻ്റെ കൈകൾക്ക് മുറുക്കം കൂടി വന്നു. അയാൾ അവൻ്റെ കൈ ശക്തിയിൽ തട്ടിമാറ്റി. ഭ മോനെ, ഈ കുര്യച്ചൻ്റെ കഴുത്തിന് പിടിക്കാറായോ നീ? എന്നാ കേട്ടോ, ഇനി ഒരിക്കലും നിനക്കുണ്ടായ സന്തതിയെ നീ കാണില്ല. ശങ്കർ പള്ളിയിൽ അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വന്ന അന്ന കാര്യമൊന്നും അറിയാതെ പറഞ്ഞു. ആ ശങ്കർ, ഇച്ചായനെ ഒന്ന് ഞാൻ നോക്കിക്കൊള്ളാം അന്ന, നീ ചെല്ല്. അറിയിക്കാനും അറിയിച്ചാൽ വരാനും ആരുമില്ല ശങ്കർ. പള്ളിയിൽ വരെ കൂടെ പോണം, കുടുംബക്കല്ലറയിൽ അടക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ അടക്കിപ്പിടിച്ച സ്വത്തുക്കൾ മോന് കുറച്ച് കൊടുത്തു വിട്ടേക്ക്, സന്തോഷത്തോടെ പോട്ടെ. കരഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു. അയാൾ കൂസലന്യെ നിന്നു. അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് ശങ്കർ അലക്സിന്റെ ശരീരത്തിനടുത്തേക്ക് നടന്നു. ജെന്നി, വിശക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല ദേവേട്ട. അവന്റെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ദേവൻ കാർ സൈഡാക്കി. എന്തേ, എന്നാ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അവൾ ചുറ്റും നോക്കി. ഇവിടെയോ? അതിന് നീ ഇരിക്കെ, ഞാനിപ്പോൾ വരാം. അവൻ പുറത്തേക്കിറങ്ങി. നിമിഷങ്ങൾക്കകം 2 പിസ്താക്കോണുമായി അവൻ തിരിച്ചെത്തി. അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചിരിച്ചു. കഴിക്ക്, കുറച്ച് കഴിഞ്ഞു പോകാൻ നമുക്ക്. അവൾ അത് വാങ്ങി പൊളിച്ചു. നാവ് നീട്ടി മെല്ലെ രുചിച്ചു. ദേവന്റെ കണ്ണുകൾ അവളുടെ നാവിലും ഐസ്ക്രീം പറ്റിയ അവളുടെ ചുണ്ടിലും തങ്ങി നിന്നു. അവന്റെ നോട്ടം കണ്ട് അവൾ കണ്ണുകൾ ഉയർത്തി. കഴിക്കുന്നില്ലേ? കഴിക്കണം. കഴിച്ചോട്ടെ? കഴിച്ചോ, സൂപ്പറാ, അവൾ ചിരിയോടെ പറഞ്ഞു. ഒന്ന് മുന്നിലേക്കാഞ്ഞവൻ അവളുടെ ചുണ്ടുകൾ മൊത്തത്തിലങ്ങ് വിഴുങ്ങി. ജെന്നിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. നാവിൽ തങ്ങിയ ഐസ്ക്രീം അവൻ നുണഞ്ഞെടുക്കുമ്പോൾ അവളുടെ കയ്യിലിരുന്ന കോൺ ചതഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തേക്ക് പായുമ്പോൾ വല്ലാത്തൊരു ലഹരിയിൽ കണ്ണുകൾ കൂമ്പി അടച്ചിരിക്കുന്ന അവനെ കണ്ട് അവളുടെ ശരീരം വിറകൊണ്ടു. അവന്റെ ചുംബനത്തിൽ ലയിച്ച അവൾ ഒരു നിമിഷം
അവനിൽ അടിമപ്പെട്ടു. അത്രമേൽ ആഴത്തിലായിരുന്നു അവൻ്റെ ആ ചുംബനം. ചുണ്ടുകളെ മൃദുവായി തഴുകിയെടുക്കുന്ന അവനിൽ അവളുടെ പിടിമുറുകി. ഇരുവരുടെയും ശ്വാസം കൂടിച്ചേർന്നു. തണുത്തവളുടെ ചുണ്ടുകളും നാവും അവൻ നുണഞ്ഞെടുത്തു. ശ്വാസം തടസ്സമാകുമ്പോൾ ഇരുവരും കിതച്ചു തുടങ്ങി. അവൻ മെല്ലെ അടർന്നു മാറി. അവളുടെ താഴ്ന്നുപോയ തല അവൻ പിടിച്ചു നിർത്തി തൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചു. ഇരുവരും നന്നായി കിതച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് പാഞ്ഞു കയറി. ചെറിപ്പഴം കണക്കെ തുടുത്തു പോയിരുന്നു അവ. അവൻ്റെ ഉള്ളൊന്ന് കുതിച്ചു. വീണ്ടും വീണ്ടും അവയിലെ തേൻ നുകരാൻ അവൻ്റെ ഉള്ളം കൊതിച്ചു. ശ്വാസമൊന്ന് നേരെയായതും അവൻ വിരൽ നീട്ടി അവയെ തലോടി. ജെന്നി കൂർപ്പിച്ചൊരു നോട്ടം അവനിലേക്കെറിഞ്ഞു. എന്താടി പൂച്ചക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് കഴിച്ചോ നല്ല ടേസ്റ്റാണെന്ന്? അപ്പോൾ പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാ. കുസൃതി ചിരിയോടെ ദേവൻ അവളെ നോക്കി. ഞാൻ പറഞ്ഞത് ഐസ്ക്രീമിൻ്റെ കാര്യമാ. അവൾ മുഖം വീർപ്പിച്ചു പിടിച്ചു. ആണോ? ഞാൻ കരുതി. അല്ല, ഞാൻ ചോദിച്ചതും ഈ തൊടുത്ത തേൻകണത്തെ പറ്റിയാ. നിന്റെ സമ്മതം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്തു നോക്കാനാ? കള്ളച്ചിരിയോടെ ദേവൻ പറയുമ്പോൾ അവളുടെ മുഖം ചുവന്നു കയറി. ദുഷ്ടൻ, ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ച എൻ്റെ കിസ് മോഷ്ടിച്ചു. അയ്യോ, ഞാൻ മോഷ്ടിച്ചില്ല. അനുവാദം ചോദിച്ചിട്ടാ എടുത്തത്. കള്ളം പറയല്ലേ കള്ളി. അവൾ ചുണ്ടു പിളർത്തി. എൻ്റെ ഐസ്ക്രീം. ആ, അത് പൊയ്ക്കോട്ടെ. ദേ ഇവിടെ വേറെ ഉണ്ട്. ഓ, അപ്പൊ കരുതിക്കൂട്ടി തന്നെ ആയിരുന്നു അല്ലേ? ഞാനാ മണ്ടി. അവൾ ചുണ്ടു കൂർപ്പിച്ചു. അയ്യോ ദേ പെണ്ണെ, അതിങ്ങനെ കൂർപ്പിക്കല്ലേ. എനിക്കാണേ അതിനെ രുചിച്ചു മതിയായില്ല. ഇനിയും വേണമെന്ന് തോന്നുവാ. അപ്പോ നീ ഇങ്ങനെ പിടിച്ചാ എൻ്റെ കയ്യിന്ന് പോവും കേട്ടോ. അവൾ പെട്ടെന്ന് ചുണ്ടുകൾ ഉള്ളിലേക്ക് വെച്ച് പൂട്ടി. അത് കണ്ട് ദേവൻ ഉറക്ക ചിരിച്ചു. ജെന്നി, എൻ്റെ പൊന്നു മോളെ, ഇതിനി എത്ര ഒളിപ്പിച്ചാലും എനിക്ക് വേണ്ടുമ്പോ ഞാൻ എടുക്കും. ആ, എന്നാ അതൊന്ന് കാണണമല്ലോ. അവൾ പറഞ്ഞുകൊണ്ട് വാ പൂട്ടി കൈകൊണ്ട് മറച്ചു പിടിച്ചു. അവനൊന്ന് ചെരിഞ്ഞു നോക്കി. ഇത് മാറ്റി ഞാൻ എനിക്ക് വേണ്ടത് എടുക്കട്ടെ? ആ, ചൂണയുണ്ടെങ്കിൽ എടുക്ക്. ഒന്ന് നോക്കട്ടെ ദേവന്റെ മിടുക്ക്. പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ദേവൻ ഒന്ന് ചിരിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ തന്നെ മിഴികൾ നാട്ടി. അവളുടെ കണ്ണിൽ കുസൃതി, അവൻ്റെ കണ്ണുകളിൽ മാറി മാറി വിരിയുന്ന ഭാവങ്ങൾ അവളുടെ കണ്ണിലേക്ക് പടർന്നു. അവൻ്റെ നോട്ടം അവളെ തളർത്തി തുടങ്ങി. ദേവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. അവളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗത കൂടി. ദേവൻ സീറ്റിനടിയിലേക്ക് കൈകടത്തി. അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ സ്പർശിച്ചു. അവൾ വിറച്ചു. അവനത് തൊട്ടറിഞ്ഞു. അവളുടെ സീറ്റ് അല്പം ചെരിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ വെള്ളാരം കണ്ണുകൾ പരൽ മീനിനെ പോലെ പിടച്ചു. അവൻ്റെ നോട്ടം ആഴത്തിൽ പതിക്കുമ്പോൾ അവളുടെ കൈയുടെ ബലം കുറഞ്ഞു തുടങ്ങി. ഏറുന്ന നെഞ്ചിരിപ്പോടൊപ്പം ആ എസിയിലും അവൾ വിയർത്തു തുടങ്ങി. ദേവൻ കൈ ഉയർത്തി ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖത്ത് തഴുകി. അവൾ ശ്വാസം പോലും എടുക്കാൻ മറന്നുപോയ നിമിഷം അവൻ്റെ വിരൽ നാസികത്തുമ്പിലൂടെ തഴുകിയിറങ്ങുമ്പോൾ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയം പൊട്ടിപ്പോകും എന്നവൾക്ക് തോന്നി. നാസിക കഴിഞ്ഞിറങ്ങിയ വിരൽ താഴേക്ക് വരുമ്പോൾ അറിയാതെ അവളുടെ കൈ വഴിമാറിക്കൊടുത്തു. അവൻ്റെ നെഞ്ചൊന്ന് കുതിച്ചു. അവൻ്റെ നോട്ടത്തിൻ്റെ മാന്ത്രികതയിൽ അവൾ ലയിച്ചു പോയിരുന്നു. അവൻ്റെ വിരൽ ചുണ്ടിനെ തഴുകി അവയെ ഞെരിച്ചു പിടിച്ചു. അവളുടെ വിടർന്ന ചുണ്ടിലേക്ക് നോക്കുമ്പോൾ നിരയൊത്ത പല്ലുകൾക്കിടയിൽ ചുവന്ന നാവ് അവൻ്റെ സിരകളിൽ ചൂട് പിടിപ്പിച്ചു. അവൻ പോലും അറിയാതെ ആ നിമിഷം മുഖം താഴ്ത്തി ചെന്നു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവൻ പോലും അറിയാതെ ഒരു മായ പോലെ അവളുടെ ചുണ്ടിൽ
തൻ്റെ ഇതിനെ ചേർത്ത് വച്ചു. ഇരുവരുടെയും ശരീരം ഒന്ന് വിറച്ചു. മെല്ലെ മെല്ലെ അവളിലെ തേൻ നുകരുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി. ഇരുവരും പരസ്പരം ലയിച്ചു പോയ നിമിഷമായിരുന്നു. അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നു. ഇരുവരുടെയും ഉമിനീർ കൂടിക്കലർന്നു. പരസ്പരം പ്രണയം പകുത്തുകൊണ്ട് അവർ നിമിഷങ്ങളോളം അങ്ങനെയിരുന്നു. കിതപ്പുയർന്നതും ജെന്നി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. തൻ്റെ രസച്ചരട് മുറിഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ മെല്ലെ പല്ലുകളാഴ്ത്തി നുണഞ്ഞെടുത്തു. അവളുടെ ശബ്ദം കേട്ടതും അവനൊന്ന് ഞെട്ടി. പെട്ടെന്ന് അവളിൽ നിന്നും പിന്മാറി. സോറി മോളെ, വേദനിച്ചോടാ? കടിച്ചു പറിച്ചെടുത്തിട്ട് സോറി എന്നോ? പോടാ പൊട്ടി. അപ്പ തോന്നിയ ദേഷ്യത്തിൽ അവൾ വിളിച്ചു. ദേവന്റെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞു. പൊടുന്നനെ അവൻ വിയർത്തു തുടങ്ങിയ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ മേലേക്കുയർന്നുപോയി. കഴുത്തിനു സൈഡിലായി തെളിഞ്ഞു നിൽക്കുന്ന നീല ഞരമ്പിൽ ഒന്ന് കടിച്ചു വിട്ടു. അവൾ വിതുമ്പി. അവൻ ചിരിയോടെ അവിടെ നാവുകൊണ്ട് ഒഴിഞ്ഞെടുത്തു. അവളുടെ കൈകൾ സാരിയിൽ മുറുകി. കഴുത്തിൽ ചുണ്ടുകൾ ഇഴച്ചവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. നാവുകൊണ്ട് കളം വരച്ച് മേലേക്ക് നാവ് ചലിപ്പിച്ചതും അവളുടെ കൈ അവൻ്റെ തലയിൽ പിടുത്തമിട്ടു. ദേവേട്ടാ, പ്ലീസ്, മതി. മതിയോ? മതി. എനിക്ക് മതിയായില്ല പൊന്നെ. നിന്റെ വിയർപ്പ് തുള്ളിക്ക് പോലും എന്ത് ടേസ്റ്റാ. അവൻ്റെ സ്വരം പതിഞ്ഞുപോയി. അവൾ ചുവന്നു തൊടുത്തു. ജെന്നി, എനിക്കിങ്ങനെ കാണുമ്പോൾ നിന്നെ പ്രണയിക്കാൻ തോന്നുവാ. നീ എൻ്റേത് മാത്രമാകുന്ന നിമിഷം വരെ ഇങ്ങനെ ഒരു ചിന്തയും എന്നിലില്ലായിരുന്നു എന്നതാ സത്യം. പക്ഷേ നീ എൻ്റേതാണെന്ന ബോധം എന്നെ വല്ലാതെ ചീത്തയാക്കുന്നു. ദേവേട്ടാ, അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകൾ പറയുന്നത് മനസ്സിലാക്കി. അവൻ ഉയർന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ 2 കണ്ണുകളിൽ, മൂക്കിൽ, കവിളുകളിൽ, ചുണ്ടിൽ, താടിയിൽ, കഴുത്തിൽ. അവിടം നിർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ വിലങ്ങനെ തല ചലിപ്പിച്ചു. പ്ലീസ് എന്നൊരു ഭാവം അവൻ്റെ കണ്ണുകളിൽ. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. തല വിലങ്ങനെ ചലിപ്പിച്ചു. ഒട്ടും മനസ്സില്ലാതെ അവൻ നിവർന്നു. പെട്ടെന്ന് ജെന്നി കണ്ണു തുറന്നു. നിവർന്ന അവൻ്റെ മുഖം പിടിച്ചെടുത്തു. അവൻ്റെ ചുണ്ടുകളിൽ അമർത്തിമുത്തി. ദേവന്റെ മുഖം ഹൈ വോൾട്ടേജിൽ പ്രകാശിച്ചു. അവൻ്റെ ചുണ്ടിനെ മുത്തിമാറാൻ അവൾക്കായില്ല. മൊത്തത്തിൽ ഒന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവൾ കുനിഞ്ഞിരുന്നു. അവളുടെ മുഖത്തെ നാണം അവളെ ചുവപ്പിച്ചു. അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. അതേ, എനിക്കിഷ്ടായി. ഒരുപാട് ഇഷ്ടായി. എനിക്ക് തരാതെ പൊതിഞ്ഞു പിടിച്ചിട്ട് എന്തായി? ഇപ്പോ എനിക്ക് തിരികെ തന്നത് കണ്ടോ? അതാണ് മാജിക്. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ നാണത്തോടെ മുഖം പൊത്തി. ജെന്നി, ഒന്ന് പോതേവേട്ടാ. അവൾ ചിണുങ്ങി. എൻ്റെ പെണ്ണിൻ്റെ ഈ നാണത്തേക്കാൾ എനിക്കിഷ്ടം നിന്റെ കുറുമ്പ. എന്താടി എന്ന് ചോദിച്ചാ എന്താടാ എന്ന് ചോദിക്കുന്ന കുറുമ്പ്. അവൾ പെട്ടെന്ന് മുഖത്ത് നിന്നും കൈമാറ്റി. നിന്ന് കുറുകാതെ വണ്ടി വിടും മോനെ ദേവാ. ധൈര്യത്തിൽ അത് പറയുമ്പോഴും അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ അവൾക്കായില്ല. അവൻ്റെ കണ്ണുകൾ അവളെ അത്രമാത്രം തളർത്തിയിരുന്നു. ദേവൻ അത് മനസ്സിലാക്കിയിരുന്നു. അവൻ ഒരു ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്തു. എടി ചട്ടമ്പി, ഒരു കിസൂടി തന്നാ ഞാൻ കുറച്ചുകൂടി ഹാപ്പിയാകും. അവൾ സീറ്റിലേക്ക് നിവർന്നു വന്നു. അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. ഉമ്മ! ദേവന്റെ കിളികൾ കൂടും കുടുക്കയും വിട്ട് പറന്നു. ദയവേത് നിങ്ങളെല്ലാവരും ലൈക്കും അഭിപ്രായങ്ങൾ കമൻ്റായും തരണം. ഓരോ ദിവസം ചെല്ലുമ്പോഴും എനിക്ക് മടുപ്പ് തോന്നുക. നിർത്തിപ്പോയാലോ എന്ന് ആലോചിച്ചു പോവാ. നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ലൈക്ക് തരാൻ മറക്കുന്നു. മനഃപൂർവ്വം കമൻറ്റ് തരാതെയും പോകുന്നു. വിഷമമുണ്ട് കേട്ടോ.
പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ന്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. പ്ലീസ് എല്ലാവരും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് പോസ്റ്റിലുണ്ടേ.